Good morning, dear students. This is the third part of your sixth chapter, Major Geographical Forms. First one is desert. A desert is a large land which receives little or no rainfall year after year. Desert means it's a dry land. Desert എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ലാൻഡ് ആണ്. അവിടെ ചിലപ്പോൾ മഴ കാണത്തില്ല, ചിലപ്പോൾ കുറച്ച് മാത്രമേ മഴ കാണത്തുള്ളൂ. There are two types of deserts, hot desert and cold desert. First one is hot desert. Hot deserts. Hot deserts are sandy, windy, hot and very dry. The largest desert, the Sahara in North Africa, is a hot and sandy desert. Hot deserts means it is sandy. അവിടുത്തെ ആ ഡെസേർട്ടിലെ ഭയങ്കര പൊടിമണലുള്ള സാൻഡി ആയിട്ടുള്ള ലാൻഡ് ആയിരിക്കും. അതുകൊണ്ട് ഒരുപാട് കാറ്റ് കാണും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഹോട്ട് ആൻഡ് വെരി ഡ്രൈ പ്ലേസസ്. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ട് എന്ന് പറയുന്നത് സഹാറ ഡെസേർട്ട് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ നോർത്ത് ആഫ്രിക്ക. നോർത്ത് ആഫ്രിക്കയിലാണ് സഹാറ ഡെസേർട്ട്. ആൻഡ് ഇറ്റ് ഈസ് ഹോട്ട് ആൻഡ് സാൻഡി ഡെസേർട്ട്. ഭയങ്കര ചൂടുള്ളത് കൊണ്ട് സാൻഡി ഡെസേർട്ടും ആണ് സഹാറ. The strong winds in sandy desert blow the sands into huge sand hill called sand dunes. സാൻഡി ആയിട്ടുള്ള ഡെസേർട്ടിൽ കാറ്റ് ഇങ്ങോട്ട് നോക്കി വിൻഡ് അടിക്കുന്നതിനനുസരിച്ചിട്ട് ഈ പൊടിമണൽ ഓരോ ഷേപ്പിലോട്ട് മാറും. അത് ചിലപ്പോൾ ഒരു ഹില്ല് പോലെ ആകും. കണ്ടോ? ഇതിനെയാണ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. താഴത്തെ പിക്ചറിലോട്ട് നോക്കിയാൽ ഇനി ഈ ഒരു സൈഡിൽ നിന്ന് കാറ്റടിക്കുകയാണെങ്കിൽ ഇത് വീണ്ടും ഇതിൻ്റെ ഈ ഷേപ്പ് മാറിക്കൊണ്ടേയിരിക്കും. സോ ദ സ്ട്രോങ് വിൻഡ് ഇൻ സാൻഡി ഡെസേർട്ട് ബ്ലോ ദി സാൻഡ് into huge sand hills called the sand dunes. Then next is cold desert. Large areas of land that always remain frozen are called cold desert. Antarctica is a cold desert. ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈ പിക്ചറിലോട്ട് നോക്കിയാൽ ഈ ഏരിയാസ് എല്ലാം എങ്ങനെയാണ്? ഭയങ്കര ഫ്രോസൺ ആണ്, മഞ്ഞാണ്, അല്ലെങ്കിൽ കോൾഡായിട്ടാണ് കാണുന്നത്. സോ ദി ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ് ദാറ്റ് ഓൾവേസ് റിമെയിൻ ഫ്രോസൺ ആർ കോൾഡ് ഡെസേർട്ട്. അന്റാർട്ടിക്ക ഒരു കോൾഡ് ഡെസേർട്ട് ആണ്. Then island. An island is a piece of land that is surrounded by water on all sides. Australia is an island continent. Islands നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ലാൻഡ് കുറച്ച് ഏരിയ ലാൻഡ് കാണും, ബാക്കി ഫുള്ള് സറൗണ്ടഡ് ബൈ വാട്ടർ. എല്ലാ സൈഡിലും വാട്ടറാണ്. ഇങ്ങനെയുള്ള ഏരിയാസിനെയാണ് ഐലൻഡ് എന്ന് പറയുന്നത്. നമ്മൾ കോണ്ടിനെന്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു ഏറ്റവും സ്മോളസ്റ്റ് കോണ്ടിനെന്റ് ഏതാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഈസ് ആൻ ഐലൻഡ് കോണ്ടിനെന്റ്. അത് ഐലൻഡ് ആണ്. Then archipelago. Archipelago is a group of land found close together is called archipelago. Archipelago എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് കണ്ടോ, ഐലൻഡ് പല സ്ഥലത്തുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് they found close together, ഒന്നിച്ചിങ്ങനെ കാണും. ഇങ്ങനെയുള്ള ഏരിയാസിനെയാണ് ആർക്കിപ്പിലാഗോ എന്ന് പറയുന്നത്. The Lakshadweep island in the Arabian Sea is an archipelago. The next is lake. A lake is a large body of water surrounded by all sides by land. The continents of North America has many large lakes. ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചുറ്റും ലാൻഡ് ആയിരിക്കും. കണ്ടോ? ലാർജ് ബോഡി ഓഫ് വാട്ടർ സറൗണ്ടഡ് ഇൻ ഓൾ സൈഡ്സ് ബൈ ലാൻഡ്. ഈ വാട്ടർ ലാർജ് ബോഡീസ് കാണും, വെള്ളത്തിൻ്റെ ലാർജ് ബോഡീസ് കാണും, പക്ഷെ അതിന് ചുറ്റും കവർ ചെയ്തിട്ട് കണ്ടോ എല്ലാ സൈഡിലും ലാൻഡ് ആണ്. ഇങ്ങനെയുള്ളതിനെയാണ് ലേക്ക് എന്ന് പറയുന്നത്. ദ കോണ്ടിനെന്റ് ഇൻ നോർത്ത് അമേരിക്ക ഹാസ് മെനി ലാർജ് ലേക്സ്. See, this is the Caspian Sea. Caspian Sea in Asia is the world largest lake. ലോകത്തിലെ വേൾഡിലെ ഏറ്റവും വലിയ ലേക്ക് എന്ന് പറയുന്നത് കാസ്പിയൻ സീ ആണ്. So it is so large, so it is called a sea. ഇത്
ഭയങ്കര വലുതാണ് ഈ ലേക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ സീ എന്നും പറയുന്നു. Then next is pond. Smaller water bodies surrounded by a land is called pond. നമ്മൾ മുമ്പേ പഠിച്ചു ലാർജർ ഏരിയാസ്, ലാർജ് ബോഡി ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ ലേക്ക് എന്ന് പറയുന്നു. സ്മോളർ വാട്ടർ ബോഡീസ്, ലാൻഡിനെ ഉണ്ടോ ചുറ്റും ലാൻഡാണ്, അവിടെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളെങ്കിൽ അതിന് പറയുന്ന പേരാണ് പോണ്ട്. ലാർജ് വാട്ടർ ബോഡീസ് ആണ് എന്താണ് പറയണത്? surrounded by land is called lake, and the smaller water bodies surrounded by land is called ponds. The next is isthmus. An isthmus is a narrow strip of land which joins two larger parts of the land. The continents of North America and South America are joined by an isthmus called the Isthmus of Panama. See, ഈ പിക്ചറിലോട്ട് നോക്കിയേ, ഇവിടെ ലാൻഡ് ഉണ്ട്, ഈ സൈഡിലും ലാൻഡ് ഉണ്ട്, കണ്ടോ? ഇവിടെ ലാർജ് ഏരിയാസ്, ലാർജ് പാർട്ട് ഓഫ് ലാൻഡ്സ് ആണ് ഈ രണ്ട് സൈഡിലും. ഇവിടെ ചെറിയൊരു നാരോ സ്ട്രിപ്പായിട്ട് ലാൻഡ് ഉണ്ടോ, ചെറിയൊരു നാരോ സ്ട്രിപ്പായിട്ട് ലാൻഡ് ഉണ്ട്. അപ്പം ഇതുപോലെയുള്ള രണ്ട് ലാർജ് ലാൻഡിനെ, ലാർജ് പാർട്ട് ഓഫ് ലാൻഡിനെ ജോയിൻ ചെയ്തിട്ട് ചെറിയ ഒരു ലാൻഡ് മാത്രം, നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് കാണും. ഇങ്ങനെയുള്ളതിനെയാണ് ഇസ്തമസ് എന്ന് പറയുന്നത്. ആൻഡ് ഇസ്തമസ് ഈസ് എ narrow strip of land which join two large part of land. This is called an isthmus. Then the continents of North America and South America are joined by the isthmus, by an isthmus is called the Isthmus of Panama. North Americയും South Americയും join ചെയ്യുന്ന എന്താണ്? Isthmus of Panama. ഇതുകൂട്ടുള്ള ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ് ജോയിൻ ചെയ്തേക്കുന്നത്. എന്തിന്? നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക. Then next is strait. Sometimes a narrow stretch of the sea flows between two large land areas. This stretch of water joining two large expanses of sea is called a strait. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ലാർജ് ഏരിയാസിൽ ലാൻഡ് ആണ്. ഈ പിക്ചറിലോട്ട് നോക്കിയാൽ കണ്ടോ, ഈ രണ്ട് സൈഡിൽ ലാർജ് ഏരിയാസ് ലാൻഡ് ആണ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ നാരോ സ്ട്രെച്ച് ഓഫ് സീ കണ്ടോ, വളരെ ചെറുതായിട്ട് സീ ആവും പോകുന്നത് കണ്ടോ. ഇങ്ങനെയുള്ള പോർഷനെയാണ്, ഇങ്ങനെയുള്ള ലാൻഡ് ഫോംസിനെയാണ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. സംടൈംസ് എ നാരോ സ്ട്രെച്ച് ഓഫ് സീ ഫ്ലോസ് ബിറ്റ്വീൻ ടു ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ് കണ്ടോ. The stretch of water joining two large expanses of the sea is called a strait. Then next is the peninsula. A peninsula is a piece of land that is surrounded by the sea on three sides but joining to a large piece of land on the fourth side. ഇങ്ങോട്ട് നോക്കിയേ, ഈ പിക്ചറിലോട്ട് നോക്കിക്കേ, ഇവിടെ 1, 2, 3 ഈ 3 സൈഡ്സും വാട്ടർ ആണ്. എന്നാൽ ഫോർത്ത് സൈഡിൽ മാത്രം ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ് ആണ്. ഇങ്ങനെയുള്ള ലാൻഡ് ഫോംസിനെയാണ് പെനിൻസുല എന്ന് പറയുന്നത്. എ ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ് and the other 3 sides there is sea. The southern half of India has a sea on 3 sides. This part of India is a peninsula. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഈ 3 sides 1, ഈ താഴെ കാണുന്ന 2 and 3 ഈ 3 സൈഡ്സും വാട്ടർ ആണ്. ഈ കാണുന്ന എന്താണ്? ഇന്ത്യയുടെ മാപ്പാണ് കണ്ടോ, ഇന്ത്യയുടെ മാപ്പാണ് ഈ കാണുന്നത്. ഈ 3 സൈഡ്സിലും വെള്ളമാണ്, വാട്ടർ ആണ്, ഒരു സൈഡിൽ മാത്രം ലാൻഡ് ആണ്. ഇതിനെയാണ് പെനിൻസുല എന്ന് പറയുന്നത്. ദ സദേൺ ഹാഫ് ഓഫ് ഇന്ത്യ has the sea on 3 sides കണ്ടോ, 3 sides, and this part of India is called a peninsula. Then next is the bay. When a part of the sea fills up a wide curve in the land is called land that is we call this a bay. ഇവിടെ ഈ വാട്ടർ ഈ ലാൻഡിലോട്ട് കുറേ ഭാഗത്തോട്ട് ഇങ്ങനെ കയറി കിടപ്പുണ്ട് കണ്ടോ. ഇങ്ങനെ ഒരു വൈഡ് കർവായിട്ട് ലാൻഡിലോട്ട് വെള്ളം കയറി കിടക്കുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള ലാൻഡ് ഫോംസിനെയാണ് ബേ എന്ന് പറയുന്നത്. ബേ മീൻസ് when a part of a sea fills up a wide curve of the land that we call this a bay. The Bay of Bengal is an example of bay. Hope you enjoy this class. Thank you, children.